ഇന്നിപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ട ഒരു വിവാദം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുകയായിരുന്നു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഓഡിയോ, പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു ഓഡിയോ, അതും ഏറ്റവും അവസാന നിമിഷം മാത്യു ചില കാര്യങ്ങളൊക്കെ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ടാണ് ആ വിവരം പുറത്തുവിട്ടത്. അതിനുശേഷം അത് AI ആണ് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഈ അറ്റകൈ പ്രയോഗവുമായി വ്യക്തി അധിക്ഷേപങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാഷ് മോനെ എന്നാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചത്. പോമോനെ വിജയ എന്നുള്ള നേരത്തെയുള്ള പരാമർശത്തിന്, രേവന്തിൻ്റെ പരാമർശത്തിനായിരുന്നു പിണറായിയുടെ മറുപടി. അതിന് സതീശൻ പറഞ്ഞ മറുപടിയും രസമാണ്. രണ്ട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിലും വലിയ വാക്കുകളൊക്കെ പ്രതീക്ഷിക്കണം, പല ആളുകളെയും പരനാറി എന്നൊക്കെ വിളിച്ച ആളാണ്. രേവന്ത് റെഡ്ഡിക്ക് മുഖ്യമന്ത്രിയെക്കുറിച്ച് അറിയില്ല, തനിക്ക് രേവന്ത് റെഡ്ഡിയുമായി സംസാരിക്കാനുള്ള സമയം കിട്ടിയില്ല, സമയം കിട്ടിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇത്തരക്കാരനാണ് എന്ന് താൻ പറഞ്ഞു കൊടുത്തേനെ എന്നാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ആ വാക്കുകളിലേക്ക് ഒന്ന് പോകാം, CM-ന്റെ ആ വാക്കുകളിലേക്ക്. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മൾ മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്, ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനത് വിശദമായിട്ട് പറയുന്നത്, കാരണം പറഞ്ഞാൽ കുറേ വിശദമായിട്ട് പോകണമെന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട്. അതിന് മുൻപുള്ള മുഖ്യമന്ത്രിയുടെ വാക്കുകൂടി ശ്രദ്ധിക്കണം. സാധാരണ മുഖ്യമന്ത്രിമാർ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകൾ പാലിക്കാതെയാണ് രേവന്ത് റെഡ്ഡി സംസാരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് അതിലും കടുത്തൊരു പ്രയോഗം മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഡാൻ കുര്യനും ഡാനി പോളും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. ഈ 10 ദിവസം 12 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഡീൽ മുതൽ അവസാനം ഡാഷ് മോൻ വരെ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വോട്ടർമാരെ ഏത് തരത്തിൽ സ്വാധീനിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലാണ്. 2 അക്കം കടക്കുമെന്ന് BJP കരുതുന്നു. ഭരണം നിലനിർത്തുമെന്ന് CPM വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. 100 കടന്നില്ലെങ്കിൽ പണി നിർത്തുമെന്ന് സതീശൻ പറയുന്നു. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ കൊട്ടിക്കലാശ് ദിവസം ഡാൻ്റെ അനുഭവത്തിൽ എങ്ങനെ ഒന്ന് വിവരിക്കാം? മുൻപും തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട അവസാന നിമിഷത്തെ വാക്പോരുകളും ആഘോഷങ്ങളും ആർപ്പുവിളികളും മുദ്രാവാക്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ 2026 സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ, പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ, ഒരു ഭാഗത്ത് കൃത്യമായ ആസൂത്രണത്തോടെ, അതായത് സർക്കാരിനെതിരെ ഒരു ജനവികാരം ഇളക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പ്രചാരണം ഒരു വശത്ത് നടക്കുമ്പോൾ, മറുവശത്ത് അത് വൈകാരികമായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വോട്ടർമാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ ഈ ആസൂത്രിതമായി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്കാണോ അതോ വൈകാരികമായി നടത്തുന്ന പ്രതികരണങ്ങൾക്കാണോ കഴിയുക എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, BJPക്കും അതോടൊപ്പം കോൺഗ്രസിനുമാണ് ഈ ദേശീയ നേതാക്കളെ, താരപ്രചാരകരെ ഇത്തരത്തിൽ സംസ്ഥാനത്തേക്ക് എത്തിച്ച് അങ്ങനെ ഒരു ചലനമുണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് ആ 2 മുന്നണികൾക്ക് മാത്രമാണ്. അവർക്ക് മാത്രമാണ് ഇങ്ങനെ വലിയ താരനിരകളൊക്കെ സംസ്ഥാനത്തേക്ക് എത്താനുള്ളത്. CPM കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ താരപ്രചാരകനാക്കി, അദ്ദേഹത്തെ തന്നെ പരമാവധി മണ്ഡലങ്ങളിലേക്ക് പ്രസംഗിക്കാനായി ക്ഷണിച്ച സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടി പിണറായി തന്നെ പരമാവധി മണ്ഡലങ്ങളിലേക്ക് ഓടിയെത്തുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ അവസാന ദിവസവും അവസാന പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും ഇത്തരത്തിലൊരു വ്യക്തി അധിഷ്ഠിതമായ പരസ്യമായ വിമർശനങ്ങളും വ്യക്തിഹത്യകളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നു എന്ന് പറയുമ്പോൾ, തെരഞ്ഞെടുപ്പ് ഇത് മുന്നണികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെങ്കിലും അത് വ്യക്തികൾ തമ്മിലുള്ള ഒരു വൈരം കൂടിയായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ആറന്മുളയിലെ സ്ഥാനാർത്ഥികൾ, അതായത് വീണ ജോർജും അബിൻ വർക്കിയും തങ്ങളുടെ പരസ്പരമുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പരസ്യമായി തന്നെ രംഗത്തെത്തുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന തെറിവിളികളാണ് പോസ്റ്റുകൾക്ക് താഴെ എന്ന് പറഞ്ഞ് വീണ ജോർജും അതേ അനുഭവം തന്നെ പറഞ്ഞുകൊണ്ട് അബിൻ വർക്കിയുമൊക്കെ രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് കേരളത്തിൽ മുൻപെങ്ങും ഇല്ലാത്ത തരത്തിൽ ഈ സൈബർ ഇടങ്ങളിലുള്ള അധിക്ഷേപം ഒരു വശത്ത് പുരോഗമിക്കുന്നു. അതിനെ കൗണ്ടർ ചെയ്യുന്ന തരത്തിൽ മറുവശത്ത് ഈ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, വ്യക്തിഹത്യ എന്ന തന്നെ കൃത്യമായി വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പരസ്യമായ വിമർശനങ്ങൾ, ആക്ഷേപങ്ങൾ, അത് മറുവശത്തും അങ്ങനെ കയറുമുറി വിട്ടിരിക്കുന്ന സ്ഥലയിൽ ഇങ്ങനെ വലിയ തരയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല.
ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് തിരുവനന്തപുരത്തടക്കം പല മണ്ഡലങ്ങളിലും സംഘർഷ സാധ്യതയുണ്ടായെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് എവിടെയൊക്കെയാണ് കലാശക്കൊട്ടുമായി ബന്ധപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് കൃത്യമായ വിവരം അവരവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിക്കണം. പോലീസിന്റെ ഡിപ്ലോയ്മെന്റ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാത്രമേ ഈ താരപ്രചാരകർ എത്താൻ പാടുള്ളൂ. അവർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോകാവൂ. അതിനപ്പുറത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് സംവിധാനങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കാരണം ഈ പ്രകോപനങ്ങൾ അത് പ്രവർത്തകർ കൂടി ഏറ്റെടുക്കുന്ന സാഹചര്യം വന്നാൽ തെരുവിൽ അത് അലയടിക്കുന്നത് ഏതു തരത്തിലാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ സാധ്യത വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും തിരുവനന്തപുരം സെൻട്രലിലുമൊക്കെ പോലീസ് അധിക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് പരസ്യപ്രചാരണത്തിന് ബാക്കിയാകുന്നത്. അവസാന മണിക്കൂറുകളിൽ കൊണ്ടും കൊടുത്തും ആര് മുന്നേറും, അത് ആർക്ക് അനുകൂലമായി മാറും, വോട്ടർമാർ ആർക്കൊപ്പം നിലയുറപ്പിക്കും, ഇതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ശരിയാ, ഡാൻ പറഞ്ഞതനുസരിച്ച് പുതിയ ഒരുപാട് വിവരങ്ങൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുണ്ട്. സംഘർഷ സാധ്യതകളൊക്കെ ഒരുപാട് ഉണ്ടാകാൻ സാധ്യതകൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. കാരണം അത്രത്തോളം ആവേശം നിറഞ്ഞ മാറ്റങ്ങൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം കണ്ണൂരിലെ കോട്ടകളിൽ പോലും CPM വിറച്ചു നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയൊക്കെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, തനിക്ക് സുരക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ട്. ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് അറിയണമെങ്കിൽ ഇനി കുറച്ച് മണിക്കൂറിൽ കൂടി കാത്തിരിക്കേണ്ടി വരും. ഏതായാലും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.